ഈ കാണുന്നത് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ചാലക്കുടിക്കൊക്കെ പോകുന്ന ഒരു ഷോർട്ട് കട്ട് എളുപ്പ വഴി എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു വഴിയാണ്. വലിയ തിക്കും തിരക്കൊക്കെ ഇല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചാലക്കുടിക്ക് പോകാൻ പറ്റുന്ന ഒരു പ്രധാന വഴി തന്നെയാണ് ഈ കാണുന്നത്. വെള്ളാഞ്ചിറ എന്ന് പറയും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വെള്ളാഞ്ചിറ ചിറയാണ്. രണ്ട് സൈഡിലും ചാലുകളും അതുപോലെ തന്നെ പാടങ്ങളാലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നടുക്ക് കൂടെയാണ് ആ ഒരു വലിയ റോഡ്, ചാലക്കുടിക്കുള്ള പ്രധാന റോഡ് തന്നെയാണ്. അപ്പോൾ എല്ലാ വർഷക്കാലത്തും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ പൊന്തി ആ റോഡ് മാർഗം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പെയ്ത മഴയിലും വെള്ളാഞ്ചിറ ആ ഒരു ചിറ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയെ കാണുന്നത്. അത്യാവശ്യം ധൈര്യം സംഭരിച്ചൊക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. എങ്കിലും അത് വളരെ സൂക്ഷിച്ച് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നന്നായിട്ട് ഒഴുക്കുള്ള രീതിയിലാണ് വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഒരുപാട് പേര് മീൻ പിടിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചൂണ്ടയിടാനും അതുപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതൊക്കെ കാണാനൊക്കെ ഒരുപാട് പേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനും പതിവില്ലാതെ വൈകുന്നേരം ചാലക്കുടിക്കൊന്ന് പോകാമെന്ന് വെച്ചിറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പും അതുപോലെ തന്നെ കടകളൊക്കെ മുടക്കായിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നിയായിരുന്നു. പക്ഷേ വെള്ളം പൊന്തിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റോഡ് മുറിച്ച് കിടക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ 2018 വെള്ളപ്പൊക്കമൊക്കെ നല്ല രീതിയിൽ ബാധിച്ച് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നൊക്കെയാണ് ഈ പറയുന്ന ഒരു വെള്ളാഞ്ചിറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാലക്കുടി പുഴയിലുള്ള കൈവഴികളിലൂടെയുള്ള വെള്ളങ്ങളൊക്കെ അതിലേക്ക് ഒഴുകി വരുന്നതിൻ്റെ പേരിലാവാം വെള്ളത്തിൻ്റെ ഒരു അളവ് എപ്പോഴും നമ്മൾ നോക്കി നിൽക്കലേ മാറുന്നു എന്ന രീതിയിലാണ്. വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കയറാനും ആ റോഡ് ബ്ലോക്ക് ആവാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കൊമ്പിടി ഭാഗത്തുനിന്ന് ചാലക്കുടിക്കും അതുപോലെ തന്നെ ചാലക്കുടി ഭാഗത്തുനിന്ന് കൊമ്പിടിക്കൊക്കെ തിരിഞ്ഞു വരുന്നവർ പ്രധാനമായിട്ടും തിരക്ക് കുറഞ്ഞുള്ള ഒരു റോഡ് തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ഈ പറഞ്ഞ വെള്ളാഞ്ചിറ. അപ്പോൾ അത്യാവശ്യം ചാലക്കുടിയിൽ നിന്നും കുറച്ച് ദൂരം ഉള്ളിലേക്ക് വന്നാലാണ് വെള്ളാഞ്ചിറയിൽ എത്തുള്ളൂ. അത്രയും വഴി വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വഴി വരുന്നവരൊക്കെ ഇനി കൊമ്പിടിക്കൊക്കെ എത്താനായിട്ടൊക്കെ കോട്ട വഴിയും അതുപോലെ തന്നെ അഷ്ടമിച്ചിറ വഴിയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം പൊന്തി റോഡ് ബ്ലോക്കാണ്.